വന്നിട്ടുള്ള ഈ സത്യവാങ്മൂലം തെളിയിക്കുകയാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ദയവായി ലൈനിൽ തുടരുക. ശ്രീ പി ജയരാജൻ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ശ്രീ ഷാഫി ചാലിയം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഷാഫി, പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും പങ്ക് കണ്ട് തിരിച്ചറിഞ്ഞു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ സാക്ഷികളാണ് ഇപ്പോൾ മൊഴി മാറ്റിയിരിക്കുന്നത്. സാധാരണഗതിയിൽ വാദി പ്രതിയാവുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സാക്ഷി പ്രതിയാകും എന്നൊരവസ്ഥ വന്നപ്പോൾ, അത്തരമൊരു ആശങ്ക വന്നപ്പോൾ സാക്ഷി ഉള്ള സത്യം തുറന്നു പറയുകയും അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കണ്ടെത്തലുകളും അപകടത്തിലാകുന്നൊരു സാഹചര്യം വന്നെത്തുകയും സംഭവിച്ചിരിക്കുന്നു. വളരെ ഗൗരവമായൊരു സ്ഥിതിവിശേഷം ഈ പ്രധാനപ്പെട്ട രണ്ട് സാക്ഷികളുടെ മാറ്റം സൃഷ്ടിക്കുന്നില്ലേ? ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും പങ്ക് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന്റെ പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ. ശ്രീ ഷാഫി കേൾക്കാമെങ്കിൽ. ഇവിടെ വധക്കേസ് ഇതുവരെ വിസ്താരത്തിലെത്തിയിട്ടില്ല. സമ്മതിച്ചു, ഇത് ഒരു ഗൂഢാലോചന കേസ് മാത്രമാണ്. ആയിക്കോട്ടെ, ഈ ഗൂഢാലോചനയിലാണ് പി ജയരാജനും ടി വി രാജേഷും ഉൾപ്പെടുന്നത്. അതെ, അങ്ങനെ ഗൂഢാലോചനയിൽ ഇവർ രണ്ടുപേരും പങ്കെടുത്തു എന്ന് കണ്ടു എന്ന് പ്രോസിക്യൂഷൻ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സാക്ഷികളാണ് ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ടേ ഇല്ല, CPM നേതാക്കളെ കണ്ടിട്ടില്ല, മാത്രമല്ല ഞങ്ങൾക്കതിന്റെ ആവശ്യവുമില്ല, കാരണം ഞങ്ങൾ ലീഗ് പ്രവർത്തകരാണ്. ഈ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഒരുപാട് ആശങ്കകൾ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടത് നിങ്ങളൊക്കെ കേട്ടിരിക്കും. ഈ കേസിൽ ഷുക്കൂർ വധക്കേസിൽ ജയരാജൻ അടക്കമുള്ള CPM പ്രതികൾക്കുള്ള പങ്ക് വളരെ വ്യക്തമാണ്, അത് ജനങ്ങൾക്കറിയാം. പക്ഷേ പോലീസിന്റെ ഇത് സംബന്ധമായ അന്വേഷണ രീതിയിൽ മുസ്ലിം ലീഗ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മുഹമ്മദ് സബീറും അബുവും പറയുന്നത് കണ്ടു കേട്ടു എന്നൊന്നുമല്ല, ഞങ്ങൾ ആശുപത്രിയിലേ പോയിട്ടില്ല. ഏതാണ്ട് അവരെ അപമാനിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. CPM നേതാക്കളെ ആശുപത്രിയിൽ പോയി ഞങ്ങൾ കാണാനോ? ഞങ്ങൾ ഉറച്ച ലീഗ് പ്രവർത്തകരാണ്, ഞങ്ങൾ എന്തിന് ആശുപത്രിയിൽ പോകണം? എങ്ങനെ ഞങ്ങൾ പ്രതികളാവും, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ സാക്ഷികളാവും എന്ന് ചോദിച്ചാൽ അന്വേഷണ സംഘം കൂട്ടിച്ചേർത്തതാണ് ഇവരെ സാക്ഷി പട്ടികയിൽ. അല്ലെങ്കിൽ ഇവരെ കൊണ്ട് സാക്ഷി പറയിച്ച് പി ജയരാജനെയും ടി വി രാജേഷിനെയും ഈ ഗൂഢാലോചനയിൽ ഉറപ്പിച്ചു നിർത്താം എന്ന അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടലാണ് പൊളിഞ്ഞത്. അതായത് ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഷാഫി, ഇവരെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ സംബന്ധിച്ച് ഒരു തർക്കം നിങ്ങൾക്ക് ഇതുവരെ ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഉൾപ്പെടുത്തിയത് വഴി ജയരാജനും ടി വി രാജേഷിനും രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് ഇവിടെ ഉണ്ടായത്. ഇതിന്റെ ബെനിഫിഷ്യറി ഇവർ രണ്ടുപേരാണ്. തീർച്ചയായിട്ടും ജയരാജനെയും രാജേഷിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസിൽ ഒരു കൂട്ടർ ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ആരോപിച്ചതാണ്. ഉത്തരവാദിത്വത്തോടുകൂടി ലീഗ് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുവെങ്കിൽ അതൊരു പുതിയ സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്? ഉന്നയിച്ചിരുന്നു മുസ്ലിം ലീഗ്. പോലീസ് ഈ കാര്യത്തിൽ വളരെ മെല്ലെപ്പോക്കാണ്. മാത്രമല്ല CPM നേതാക്കൾക്കെതിരെയുള്ള കേസുകളൊക്കെ രാഘവൽക്കരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ടി വി രാജേഷിനും ജയരാജനും വളരെ കൃത്യമായി ഈ ഗൂഢാലോചന കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുന്നതിലും പോലീസ് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഇതിൽ എഴുതി ചേർത്തു. അതാണ് സംഭവിച്ചത്. മാത്രമല്ല ഷുക്കൂർ വധക്കേസ് ഇനി വിസ്താരത്തിനെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പ്രോസിക്യൂഷൻ കേസിനെ ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ സാക്ഷികൾ മാറുന്നു. ശ്രീ പി ജയരാജൻ, ഇപ്പോൾ ഷാഫി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ പഴി പോലീസിനാണ്, പോലീസാണ് ഇതിൽ കുഴപ്പം കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ പോലീസ് കളിച്ചു എന്ന ഒരു കണ്ടെത്തലും എന്നൊരു നിലപാടും ലീഗിന് വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം വന്നത്, സാക്ഷികൾക്ക് മൊഴി മാറ്റേണ്ടി വന്നത്. അവർ ലീഗ് പ്രവർത്തകരല്ല എന്നൊരു നിലപാട് ഏതായാലും ഷാഫി ചർച്ചയുടെ ഈ ഘട്ടത്തിൽ എടുത്തിട്ടുമില്ല. ശരത്, ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഷാഫി, താങ്കളിലേക്ക് വരാം. ഇത് ശ്രീ ജയരാജനോടാണ്. ശ്രീ ജയരാജൻ, ശ്രീ പി ജയരാജൻ, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജയരാജൻ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന് തോന്നുന്നു. ഷാഫി, ഇതിൽ ഈ രണ്ടാളുകൾ ലീഗ് പ്രവർത്തകരല്ല, പോലീസ് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് ഒരു നിലപാട് ലീഗ് നേതൃത്വത്തിനുണ്ടോ? രണ്ട്, ഇത് ഒരു മുൻസിഫ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ആണ്. മുൻസിഫ് കോടതിയിൽ കൊടുക്കുന്ന ആ അഫിഡവിറ്റ് ക്രിമിനൽ കോടതിയിൽ വളരെ പ്രാധാന്യമുള്ള തെളിവായി വരാൻ സാധ്യതയുള്ളതാണ്. യഥാർത്ഥ പ്രോസിക്യൂഷൻ കേസിനെ ലീഗ് മുന്നോട്ട് വെച്ച നിലപാടുകളെ പൂർണ്ണമായും നിരാകരിക്കുന്ന വിധത്തിൽ പ്രോസിക്യൂഷൻ കേസ് അങ്ങനെ വന്നാൽ ദുർബലപ്പെടും. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് അടക്കം. ഷാഫി, ശരത്, ഞാൻ പറഞ്ഞത്
ഈ 2 സാക്ഷികൾ മുസ്ലിം ലീഗുകാരല്ല എന്നൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഈ സാക്ഷികൾ പറയുന്നു ഞങ്ങൾ പറയാത്ത കാര്യമാണ് പോലീസ് എഴുതി ചേർത്തത്. അതല്ലേ വസ്തുത? അതെ, ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഇത് പോലീസ് എഴുതി ചേർത്തതാണ്. ഇത് എഴുതി ചേർക്കുന്നത് വഴി ജയരാജനും അതേപോലെ TV രാജേഷിനും ഈ ഗൂഢാലോചന കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പൊഴുത് പോലീസ് ഒരുക്കി കൊടുത്തു. ഇതിപ്പോൾ വാദത്തിന് വേണ്ടി ഷാഫി അത്രയും അംഗീകരിക്കുമ്പോൾ പോലീസ് എഴുതി ചേർത്തതാണ് അല്ലെ, പോലീസാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ CPM പറയുന്ന മറുഭാഗം ശരിവെക്കുകയാണ്. ആദ്യ FIR-ൽ ജയരാജൻ ഉണ്ടായിരുന്നില്ല, TV രാജേഷ് ഉണ്ടായിരുന്നില്ല. 15 ദിവസത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളെ തുടർന്നാണ് ഇവർ പ്രതി ചേർക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് പറയുന്നത്. അങ്ങനെ പൊതുവിൽ ലീഗിന്റെയും UDF-ന്റെയും ആവശ്യപ്രകാരം സൃഷ്ടിച്ചെടുത്ത ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് 2 സാക്ഷികൾ ആവശ്യമാണ്. അത് പോലീസ് സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ പ്രധാന ആവശ്യത്തിന് പോലീസ് നിന്ന് തന്നപ്പോൾ പോലീസിന് 2 സാക്ഷികളെ വേണ്ടി വന്നു. അവർ 2 സാക്ഷികളെ വെക്കുന്നു. ആ സാക്ഷികൾ പ്രതികളാകും എന്ന ഒരു ഘട്ടവും ഭയവും വന്നപ്പോൾ അവർ മൊഴിമാറ്റി. അപ്പോൾ പോലീസിനെ മാത്രം പഴിക്കുന്നതിൽ എന്തർത്ഥം ഷാഫി? ഇതൊക്കെ നിങ്ങളുടെ നിഗമനങ്ങളാണ്. ഷുക്കൂർ വധവുമായി അതാണ് ഷാഫി, ആ നിഗമനങ്ങളിൽ ഇന്നെത്താൻ കഴിയുന്ന വിധത്തിൽ ലീഗ് പ്രവർത്തകരായ സാക്ഷികൾ തന്നെയാണ് സാഹചര്യം ഒരുക്കി തന്നത്. വധവുമായി ബന്ധപ്പെട്ട് ജയരാജന്റെ ഭാഗത്തു നിന്ന് വന്ന 2 പ്രധാനപ്പെട്ട പ്രസ്താവനകളുണ്ട്. സജീവൻ കേൾക്കാം, താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ലീഗ് നേതാവാണ് സംസാരിക്കുന്നത്. CPM-ന്റെ ദൈനംദിന കാര്യങ്ങളിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകമാണിത് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ജയരാജൻ കൊടുത്തിരുന്നു. കേൾക്കുന്നുണ്ടോ? അത്തരം പൊതുവായ സ്റ്റേറ്റ്മെന്റിനപ്പുറത്ത് ഒരു ഗൂഢാലോചന, അതിന് ആധാരമായ ഘടകങ്ങൾ, തെളിവുകൾ, സാക്ഷികൾ ഒക്കെ നിൽക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വിടാം. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നേതാക്കൾ ഒരുപാട് നടത്തുന്നു. താങ്കളുടെ നേതാവ് തന്നെ PK ബഷീർ ഇരട്ട കൊലപാതകം നടന്ന സ്ഥലത്ത് നടത്തിയ ആവേശ വിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ അധ്യാപകൻ ചവിട്ടിക്കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പൊളിറ്റിക്കലി ഉണ്ടാകാറുണ്ട്. പക്ഷെ കേസിന്റെ മെറിറ്റിൽ സാക്ഷികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതിനെ ബാധിക്കുന്ന വിധത്തിൽ സാക്ഷികൾ കൂറുമാറുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ശരത്, ഈ വിഷയത്തിനിടയിലൂടെ നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവരില്ലേ? ആരെയും ചവിട്ടിക്കൊന്നിട്ടല്ല, അവിടെ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. നമ്മൾ ആ വഴിയിലേക്ക് പോകണോ? അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്നൊരു ആക്ഷേപം PK ബഷീർ MLA-ക്ക് എതിരെ നിൽപ്പുണ്ട്. ഇത് സംബന്ധമായി 2 കൃത്യമായി ജയരാജൻ നടത്തിയ സ്റ്റേറ്റ്മെന്റുകളാണ് ജനങ്ങൾ മുമ്പിൽ ജയരാജൻ പ്രതിയായി മാറിയത്. ഒന്ന്, CPM-ന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയതിന്റെ പ്രത്യേകമാണിത് എന്നത് ഒന്ന്. 2, ഷുക്കൂർ ഈ കേസിൽ തങ്ങൾ ആക്രമിച്ചവരാണ്, അതുകൊണ്ട് ഷുക്കൂർ വധിക്കപ്പെടേണ്ടിയിരുന്നു എന്ന ഒരു തോന്നൽ ഉളവാക്കുന്ന രീതിയിലാണ് ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത്. ഷാഫി, ഒരു നിമിഷം. ഇപ്പോൾ അന്ന് ഈ സംഭവം ഉണ്ടാകുന്ന കാലത്ത് തന്നെ പോലീസിന്റെ ഈ വാദത്തെ നിങ്ങൾ നിരാകരിച്ചിരുന്നു. ഇത്തരം ആശുപത്രി കിടക്കയിൽ വെച്ച്, അല്ലെങ്കിൽ അത്തരം ഒരു പൊതുവായ സാഹചര്യത്തിൽ വെച്ച് ഇത്തരം ഒരു നിർദ്ദേശം നൽകും എന്ന് പോലീസ് ആരോപിച്ചാൽ, അന്വേഷണ സംഘം ആരോപിച്ചാൽ അത് അവിശ്വസനീയമാണ്. എന്നിരിക്കെ ഇപ്പോൾ ഷാഫി പറയുന്നത് പോലീസ് എഴുതി ചേർത്തതാണ്, അല്ലെങ്കിൽ അവർക്കതേ ആ സംശയം അന്നു മുതലേ ഉണ്ടായിരുന്നു എന്നൊരു സ്റ്റാൻഡ് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലീഗ് എടുക്കുന്നുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം ഇപ്പോൾ ഷാഫി സൂചിപ്പിച്ചത്. എങ്ങനെ പ്രതികരിക്കും? ലീഗ് നേതാവ് UDF അകപ്പെട്ട പ്രതിക്കൂട്ടിൽ നിന്ന് ആ നേതൃത്വത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ വാദങ്ങളുമായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പിന്നീട് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമലിലിട്ട് UDF നേതൃത്വത്തിന്റെ തെറ്റായിട്ടുള്ള സമീപനത്തെ മറച്ചുവെക്കാനാണ് പരിശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ 1-ാം പ്രതി ഉമ്മൻചാണ്ടിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ലീഗ് നേതാക്കന്മാരും കൂടിയാലോചിച്ചാണ് ഇത്തരമൊരു കള്ളക്കഥയുണ്ടാക്കിയത്. ആ കള്ളക്കഥക്ക് വിധേയമാവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ബോധപൂർവം ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സത്യവാങ്മൂലത്തെ തുറന്ന് ഞങ്ങൾക്ക് നിയമത്തിന്റെ മറ്റൊരു വഴി തുറന്നു കിട്ടുകയാണ്. ഞങ്ങൾക്കെതിരായിട്ട് ഈ കേസ് എടുത്തിട്ടുള്ള കണ്ണൂർ SP, അതുപോലെ തന്നെ കണ്ണൂർ DYSP, അതുപോലെ വടവട്ടം CI, ഇവർക്കെതിരായി ഞങ്ങൾക്ക് നിയമ നടപടി എടുക്കാനുള്ള സാധ്യതയാണ് തുറന്നു കിട്ടിയത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എന്നെ എന്തിനാണ് 27 ദിവസം ജയിലിലിട്ടത് എന്ന ചോദ്യം ഞാൻ കോടതിയുടെ മുമ്പാകെ ഉന്നയിച്ചാൽ ആ പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരുന്നത് ഷാഫി ഇപ്പൊ കുറ്റപ്പെടുത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ്.
ശ്രീ ജയരാജന്റെ ടെലിഫോൺ വീണ്ടും റേഞ്ചിൽ നിന്ന് പോയ മട്ടാണ്. താങ്കളിലേക്ക് വീണ്ടും വരാം. ശ്രീ ഷാഫി, സാധാരണഗതിയിൽ സാക്ഷികൾ കൂറുമാറി അല്ലെങ്കിൽ മൊഴി മാറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വിചാരണാ വേളയിലാണ്. ഈ കേസ് ഷുക്കൂർ വധക്കേസ് വിചാരണയിൽ പോലും വന്നിട്ടില്ല എന്നിരിക്കെയാണ് അത്യപൂർവമായി ഇത്തരം ഒരു ഘട്ടം ഉണ്ടാകുന്നത്. അത് യഥാർത്ഥത്തിൽ പോലീസിൽ പഴിചാരി അതിനൊരു ന്യായം ചമയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ രാഷ്ട്രീയമായി അതിനെ ചോദ്യം ചെയ്യണ്ടേ? ഏതെങ്കിലും ഘട്ടത്തിൽ, ഏതെങ്കിലും നിലകളിൽ, ഏതെങ്കിലും UDF ഫോറങ്ങളിൽ ഈ നിങ്ങൾ ഉന്നയിച്ച ഇപ്പോൾ ഷാഫി പറഞ്ഞ നിലയ്ക്കുള്ള പോലീസിൻ്റെ ഒരു സഹായം CPM-നുണ്ട്, അല്ലെങ്കിൽ നേതാക്കളെ സഹായിക്കാൻ വേണ്ടിയാണ് പോലീസ് നിന്നത് എന്ന നിലപാട് നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? 27 ദിവസമാണ് അങ്ങനെയെങ്കിൽ ആ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജയരാജൻ ജയിലിൽ കിടന്നത്. ഇപ്പോൾ ശ്രീ P. ജയരാജൻ സൂചിപ്പിച്ചത് ആദ്യ FIR-ൽ ജയരാജനും TV രാജേഷും ഉണ്ടായിരുന്നില്ല, പിന്നീട് ചേർക്കപ്പെട്ട സാഹചര്യത്തെ ജയരാജൻ സൂചിപ്പിച്ചു. ഇതിലെവിടെയാണ് പോലീസിൻ്റെ ഒരു ആനുകൂല്യം അവർക്ക് ലഭിച്ചത്? ഷാഫി, കണ്ണൂരിലെ പോലീസ് CPM-നെ ഭയന്നിട്ടാണ് പല കാര്യങ്ങളും നടത്തുന്നുള്ള ആക്ഷേപം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളത്. സുധാകരൻ പോലും അത് ഉന്നയിച്ചില്ല. ഈ ജയരാജനടക്കമുള്ള കണ്ണൂരിലെ CPM നേതൃത്വത്തിനെതിരെ ധീരമായ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവിടുത്തെ പോലീസുകാർക്ക് ഭയമുണ്ട്. ഇപ്പൊ ഉദാഹരണം TP വധക്കേസ് തന്നെ ഒരു പ്രത്യേക ഘട്ടം എത്തിയ സമയത്ത് എല്ലാ ഭാഗത്തുനിന്നും ഉയരില്ല. ഇനി കണ്ണൂരിലെ പോലീസിന് അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിന് CPM നേതൃത്വത്തിന് ഒരു അളവോളമേ അവർക്ക് നേരെ തിരിയാൻ അവർക്ക് കഴിയുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞത് പോലീസിന് അടക്കമല്ല. ഷാഫി, അങ്ങനെ പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ ശക്തമായ വിമർശനം പോലീസിന് നേരെ CPM ഉന്നയിച്ചത് കാണാതെ പോകരുത്. മലദ്വാരത്തിൽ കമ്പി കയറ്റി എന്ന നിലയ്ക്കുള്ള ശക്തമായ ആക്ഷേപങ്ങൾ പ്രതികൾക്ക് നേരെ മൂന്നാം മുറ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് CPM തന്നെയാണ്. ആ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് പോലീസും CPM-ഉം തമ്മിൽ ഉള്ള സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സാക്ഷികൾ ഈ മൊഴിമാറ്റം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അവിശ്വസനീയ ുണ്ട്. ഷാഫി, ശരിയാ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ പോലീസിലെ ഒരു വിഭാഗം ഈ ജയരാജനടക്കമുള്ള CPM നേതൃത്വത്തിന്റെ വലയിലാണ്. ഇത് ഷുക്കൂർ വധക്കേസിന്റെ അന്വേഷണ ആ സമയത്ത് തന്നെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ആക്ഷേപം ഉന്നയിച്ചതാണ്. വളരെ സാവധാനത്തിലാണ് ആ കേസ് നീങ്ങിയത്. അതിനുശേഷം നടന്ന TP വധക്കേസ് ഉണ്ടായ വേഗത പോലും ഷുക്കൂറിന്റെ കേസിൽ ഉണ്ടായിട്ടില്ല. ഷുക്കൂറിന്റെ കേസ് എന്താണെന്ന്, ഒന്ന് ഷുക്കൂർ വധിക്കപ്പെട്ടിട്ടുണ്ട്, അത് സത്യമാണ്. ഷുക്കൂറിനെ ആരോ കൊന്നിട്ടുണ്ട്. ഈ കൊന്നതുമായി ബന്ധപ്പെട്ട കേസ് വരാനിരിക്കുകയാണ്. ഇത് കേവലം ഒരു ഗൂഢാലോചന കേസ് മാത്രമാണ്. സാക്ഷികൾ മൊഴി പറയുന്നതും മാറ്റുന്നതും ഒക്കെ നിത്യസംഭവങ്ങളാണ്. പക്ഷെ അടിസ്ഥാനപരമായി ജയരാജന് ഈ ഷാഫി, ഇത് ഇപ്പോൾ ഷാഫിയെ അടക്കമുള്ള UDF നേതാക്കളെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് കേവലം ഗൂഢാലോചനയാണ്. കാരണം ഈ പ്രതികൂല സാഹചര്യം വരുമ്പോൾ ഇല്ലാത്ത പക്ഷം P. ജയരാജനെയും TV രാജേഷിനെയും ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെടുത്താവുന്ന വളരെ നിർണായകമായ ഗൂഢാലോചനയാണ് നിങ്ങളെ സംബന്ധിച്ച്. ഈ പ്രതികൂല സാഹചര്യമാണ് ഇത്തരം ഒരു മൃദു സമീപനം ഇവരുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, ഈ കേസിൽ നിന്നും സുഖകരമായ രീതിയിൽ ജയരാജൻ ഊരിപ്പോരുമെന്ന് ഞങ്ങൾക്കറിയാം. ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയം ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയം ഇക്കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്? വകുപ്പ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ല ഞങ്ങൾ പറഞ്ഞു. പോലീസിന്റെ അകത്ത് ഒരു CPM-നെ സഹായിക്കുന്നുണ്ട്. അതാണ് അങ്ങനെ ആക്ഷേപം. UDF-ലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. പോലീസിലെ ഒരു വിഭാഗം, ആ ഒരു വിഭാഗവും ആഭ്യന്തര വകുപ്പിന് കീഴിൽ തന്നെ വരുന്നതാണ്. അവരെ നിരീക്ഷിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ കഴിയുന്നില്ല എങ്കിൽ സ്വാഭാവികമായി അത് പരാജയമല്ലേ? നീങ്ങുന്നില്ലെന്നും മുസ്ലിം ലീഗ് പരസ്യമായി പരാതി പറഞ്ഞതാണ്. നിങ്ങളത് സംപ്രേഷണം ചെയ്തതാണല്ലോ. എത്രയോ തവണ ഞങ്ങൾ പറഞ്ഞതാണ്. ഈ കേസിൽ P. ജയരാജന്റെയും TV രാജേഷും ഉൾപ്പെട്ട ഈ കേസിന്റെ ഈ ഭാഗത്ത് നിങ്ങൾ വസ്തുതാപരമായ വിമർശനങ്ങൾ ഈ പറഞ്ഞ സാക്ഷികളുടെ കാര്യത്തിൽ അടക്കം ഉന്നയിച്ചിരുന്നോ? ഈ സാക്ഷി എന്നതല്ല വിഷയം. ഈ കേസിൽ തുടക്കത്തിൽ തന്നെ വളരെ ദുർബലമായ കേസാണ് ജയരാജനെതിരെ എടുത്തത്. അതിന്